ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് ഇറച്ചിയോ മുട്ടയോ ഒന്നും ആവശ്യമില്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് ആട്ടപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ടും നിങ്ങൾക്ക് മൈദയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് തന്നെ ചേർക്കുക കേട്ടോ. നെയ്യ് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് തന്നെ നെയ്യ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ടല്ല കുഴക്കുന്നത് കേട്ടോ, കുറച്ച് ടൈറ്റായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കേണ്ടത്. നല്ല നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുള്ളൂ. ഇനി കൈ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ, ചൂടുവെള്ളത്തിലൊന്നല്ല കുഴച്ചെടുക്കേണ്ടത്. നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ പൂരിയുടെ മാവൊക്കെ കണക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാനൊരു വലിയ സവാള അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഓയിലാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊരു വെജിറ്റബിൾസും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ഏത് കളറായാലും കുഴപ്പമില്ല, അല്ലേ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് ഒരു മാഗി ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മാഗിയുടെ ഈ ഒരു ഇതിൽ തന്നെ ഉപ്പുണ്ടാവും കേട്ടോ, അത് നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മാഗി ക്യൂബ്സ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ ക്യൂബും അതുപോലെ തന്നെ ബീഫിലും എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാഗി ക്യൂബ്സ് തന്നെ ഓൾറെഡി ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ട് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ സോസ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫില്ലിംഗ് ആണത്. ഇപ്പോൾ നമ്മൾ ചിക്കനൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടും നമ്മൾ മാഗി ക്യൂബ്സ് ചേർത്ത് കാരണം തന്നെ. അപ്പോൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് മാവ് റെസ്റ്റ് ചെയ്ത് നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ്സിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഞാനിവിടെ പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഒരുപാട് മസാല നിറച്ചിട്ട് വെക്കരുത് കേട്ടോ, അപ്പോൾ നമുക്ക് മടക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതിൻ്റെ ഒരു 2 സൈഡും ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്യുമ്പോൾ നല്ല പോലെ തന്നെ ലോക്കായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫില്ലിങ് പുറത്ത് പോവും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ, ഫില്ലിങ് വെച്ചിട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് നമ്മൾ റോൾ ചെയ്തിട്ട് ചുരുട്ടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് തിരിച്ചും മറച്ചുവിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ മൊരിയിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. 2 ഭാഗവും നന്നായിട്ട് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓയിലിന് കോരി മാറ്റാം.
അപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ആ ഒരു ടൈമിൻ്റെ കുറച്ച് മുമ്പൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് നല്ല ചൂടോട് കൂടി തന്നെ അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതിൻ്റെ ഒരു മസാല ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത്. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് മാത്രമല്ല, വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.